ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇടാൻ കുറച്ച് വൈകി, കുറച്ച് തിരക്കിലായിരുന്നു. നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് വർക്കുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ വർക്ക് തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം ക്യാമറയുടെ ഇതൊക്കെ സെറ്റിങ്സൊക്കെ അലൈൻമെൻറ്റൊക്കെ പോയി കിടക്കുക, ടൂൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ചെയ്യുന്നത് LGയുടെ ഒരു 40 ഇഞ്ചിൻ്റെ ഒരു TV ആണ്. അത് ഇതാണ് TV. ഇതിൽ ഞാൻ പവർ ഓൺ ചെയ്യുമ്പോഴുള്ള അവസ്ഥ നോക്കിയോളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരുപാട് ചെയ്തിട്ട് ഉണ്ട്, പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലി പവർ ഓൺ ചെയ്തപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. ബബിൾ പോലെ വന്നിട്ട് ലൈനുകൾ കാണാം, വെർട്ടിക്കൽ ലൈനാണ്. അതായത് ഓൾറെഡി ബാക്ക്ലൈറ്റ് LED കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ലൈനുകൾ, വെർട്ടിക്കൽ ലൈനുകൾ, ആ ഒരു ലൈൻ വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു എന്തെങ്കിലും പിക്ചറോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ ലൈനുകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഓൾറെഡി അതിൻ്റെ ലോഗോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ലോഗോ ഒരു LGയുടെ ഒരു ഇതുണ്ട്, മറ്റേ LG എന്ന് എഴുതി വരുന്നൊരു ഒരു ഒരു ക്രിസ്റ്റൽ ബോക്സ് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതായിട്ട് കാണാം. ആ ക്രിസ്റ്റൽ ഞാൻ ഓഫ് ചെയ്തുമ്പോൾ ഓൺ ചെയ്യാം. ആ ക്രിസ്റ്റൽ ബോക്സ് മൂവ് ചെയ്യുന്ന ആ മൂവിങ് ആണ് ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്. അപ്പോൾ കാണാം, ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ലൈന് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് നമ്മളുടെ ആ LGയുടെ ലോഗോ ഫസ്റ്റ് വരുന്നതാണ്. ആ റൗണ്ട് ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ ബോക്സ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയി വരുന്ന ഏരിയ, ഇതിന് ഗേറ്റ് ഡ്രൈവർ വർക്ക് ചെയ്യാത്ത കാരണം, ഹൊറിസോണ്ടൽ ഗേറ്റ് ഡ്രൈവർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സംഭവം. ഇതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇത് ടീകോൺ ബോർഡിലെ എല്ലാ വോൾട്ടേജും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ ഏത് കംപ്ലൈൻറ്റ് വന്നാലും ടീകോൺ ബോർഡിലെ വോൾട്ടേജുകൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 12 വോൾട്ട് പാനലാണ്, 13.2 വോൾട്ട് വരുന്നുണ്ട്, കറക്റ്റാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചെക്ക് ചെയ്യേണ്ടത് 3.3 വോൾട്ടേജ്. അതായത് ഫസ്റ്റ് നമുക്ക് ടീകോൺ ബോർഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജാണ് 3.3. എന്നാലേ ടീകോൺ പ്രോസസ്സറിനുള്ള വോൾട്ടേജാണ് 3.3 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീകോൺ പ്രോസസ്സറിൽ പോയിട്ട് റിട്ടേൺ നമുക്ക് എനേബിൾ തരുള്ളൂ. ഈ എനേബിൾ വന്നാലേ ബൂസ്റ്റിംഗ് വോൾട്ടേജുകൾ റെഡി ആവുള്ളൂ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് LVDD വോൾട്ടേജാണ്. LVDD വോൾട്ടേജ് ഇവിടെ കൃത്യമായിട്ട് 17 വോൾട്ട് LVDD വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, VGH ഉണ്ടോ എന്ന് നോക്കുക. LVDD കഴിഞ്ഞാൽ VGH ഉണ്ടോ എന്ന് നോക്കുക. VGH വോൾട്ടേജ് 30.2 വോൾട്ട് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ടീകോൺ ഇത് ഇനിയിപ്പോൾ VGL ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഒരു ഡയോഡാണത്. ഡയോഡിൻ്റെ ലെഗിൽ ഔട്ട്, ഇവിടുത്തെ ലെജൻഡ് നോക്കുക, D എഴുതിയിട്ടുള്ളതൊക്കെ ഡയോഡാണ്. നമ്മൾ ട്രാൻസിസ്റ്ററാണ് തെറ്റിദ്ധരിക്കരുത്. Q എഴുതിയിട്ടുള്ളതൊക്കെ ട്രാൻസിസ്റ്റർ അല്ല, മോസ്ഫെറ്റ്. ഇത് D ആണ് എഴുതിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് -7.8 VGL ജനറേറ്റ് ചെയ്യുന്നുണ്ട്. VGL ഓക്കെയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സോസ്കോപ്പിൽ, എല്ലാ സോസ്കോപ്പിലേക്കും ഇറങ്ങുന്ന വികോം വോൾട്ടേജ്, സോസ്കോപ്പിലേക്ക് പോകുന്നതാണ് വികോം. ഒരേ കോപ്പിൽ തന്നെ 2-3 സ്ഥലത്തൊക്കെ വികോം ഇറങ്ങും. അതുപോലെ തന്നെ LVDD ഇറങ്ങും, HAVDD ഇറങ്ങും. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക, സോസ്കോപ്പ് എല്ലാം ഓക്കെയാണ്. അതായത് ഹൊറിസോണ്ടൽ മിസ്സിങ് ആകുമ്പോൾ ഉള്ള വെർട്ടിക്കൽ ലൈൻസാണ് നമ്മുടെ CRTയുടെ പോലെ. ഇപ്പോൾ 8.6 വോൾട്ട് HAVDD വരുന്നുണ്ട്. HAVDD ആണത്. HAVDD ജനറേറ്റ് ചെയ്യുന്നത്
ഇവിടെയാണ് ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. HVD, അതായത് LVDയുടെ പകുതി വോൾട്ട് 8.7 വോൾട്ട് അതും വരുന്നുണ്ട്. അപ്പോൾ സോഴ്സ് കോഫിന് വേണ്ട എല്ലാ വോൾട്ടേജുകളും ഓക്കെയാണ്. പക്ഷേ ഗേറ്റ് ഡ്രൈവർ, അതായത് ഹൊറിസോണ്ടലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കോഫിലേക്കുള്ള വോൾട്ടേജ് ഇവിടെ VGL വന്ന് നിൽക്കുന്നുണ്ട്. VGL വോൾട്ടേജ് ഇവിടേക്ക് വരുന്നുണ്ട്. ഇത് സൈഡിൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് സൈഡ് കോഫിലേക്ക് ഗ്ലാസ്സിൽ കൂടെ കയറി പോണത്. അപ്പോൾ ഈ സൈഡിൽ മാത്രമേ ഇത് വരുള്ളൂ, ഏതെങ്കിലും സൈഡിൽ. ആ സൈഡിൽ VGL, ഇത് സെൻട്രൽ കോഫിൽ സോഴ്സ് കോഫിലേക്ക് ഇറങ്ങില്ല. അത് സിംഗിൾ കോഫുള്ളതിന് വരും. 29 വോൾട്ട് VGHും അവിടെ പ്രസൻറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ സ്കൈലർ ബോർഡ് എല്ലാം ഓക്കെയാണ്. നമുക്ക് ഈ സ്കൈലർ ബോർഡിൻ്റെ കോഫുകൾ കാണാം. 1 2 3 4 5 6 7 8 കോഫ്. 8ാമത്തെ കോഫിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ സൈഡിൽ കൂടെ കയറാനുള്ള കോഫിൽ ഒരു ബ്ലാക്ക് ലൈൻ അവിടെ കാണുന്നുണ്ട്. ആ ട്രാക്ക് നമുക്ക് നേരെ പോണത് VGLയിലേക്കാണ്. VGL വോൾട്ടേജ് ഇവിടെ കോഫി കൂടെ ഉള്ളത് ബ്രേക്കായി, അതായത് ഗേറ്റ് കോഫിലേക്ക് പോകുന്ന VGL വോൾട്ടേജ് ബ്രേക്കായി. അപ്പോൾ അതാണ് അവിടെ കറുത്ത ഇത് കാണുന്നത്. ഹൈ വോൾട്ടേജ് ആയതുകൊണ്ടാണ് ഇത്. നമ്മൾ ഫ്രെയിം അഴിച്ചതിന് ശേഷം സോഴ്സ് കോഫുകൾ, ഇത് ഗേറ്റ് കോഫുകൾ. ഗേറ്റ് കോഫ് 4 എണ്ണമാണുള്ളത്. 1 2 3 4 ഗേറ്റ് കോഫ് കാണുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറി ഈ കോഫിലേക്ക് വരാനുള്ള വോൾട്ടേജ് VGH ഏതെങ്കിലും മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടാണ് ഈ എല്ലാ കോഫിനും കണക്ഷൻ പോണത്. അത് മിസ്സിങ് ആണ്. നമുക്കിതിനെ വളരെ ജെൻ്റ്ലി ഇതിനെ മടക്കി ഇവിടെ പൊട്ടിച്ച് വെക്കാം. അത് വളരെ ശ്രദ്ധിച്ച് വേണം, കാരണം ബോണ്ടിങ് ഇളകാൻ പാടില്ല. ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ കയറും. പിന്നെ എന്നിട്ട് വളരെ ജെൻ്റലി ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ നമ്പർ നമ്മൾ നോക്കണം. നമ്പർ എടുക്കുന്നതാണ് ആദ്യത്തെ ഒരു ഇത്. കോഫിൻ്റെ ഡാറ്റ നമുക്ക് എടുത്തിട്ട് ആ ടെസ്റ്റ് പോയിന്റിലേക്ക് വരുന്ന വോൾട്ടേജുകൾ അതിനെ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡാറ്റ എടുക്കണം. അപ്പോൾ ഡാറ്റ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്പർ വേണം. നമ്പറിന് നമ്മൾ വളരെ കറക്റ്റായിട്ട് പിടിച്ച് സൂം ചെയ്ത് ഡാറ്റ ഈ കോഫിൻ്റെ ഒന്നുകിൽ ചിപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ താഴത്ത് അല്ലെങ്കിൽ മുകളിലെ ഭാഗത്ത് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. 5276 ACB R6. ഇതാണ് ഇതിൻ്റെ കോഫിൻ്റെ നമ്പർ. ഈ കോഫിൻ്റെ നമ്പർ നമ്മൾ എല്ലാ കോഫിനും ഇപ്പോൾ ഈ ലൈനിലുള്ള എല്ലാ കോഫും സെയിം ആയിരിക്കും മുകളിലേക്കുള്ളത്. ബാക്കി 3 എണ്ണം ഇത് നമ്മൾ ഗൂഗിളിൽ മൊബൈലിൽ തന്നെ ആ നമ്പർ അടിച്ചു കൊടുക്കുക. കോഫിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഗൂഗിളിൽ ഇമേജസ് എടുക്കുക. ഇമേജസിൽ ഇത് കിട്ടും. നമുക്ക് കോഫിൻ്റെ നമ്പർ നോക്കുക, അത് സെയിം നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ കാണുന്ന മാർക്കിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 VGH, 2 VGL, 3.3 ഗ്രൗണ്ട് CPV ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 1 എഴുതിയിട്ടുള്ളത്, അതായത് ഈ 1 ആ കോഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1 അത് VGH ആണ്. അതുപോലെ തന്നെ 2 മാർക്ക് ചെയ്തിട്ടുള്ളത് VGL ആണ്. അത് ഈ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും VGL ആണ്. ഇതാണ് അതിൻ്റെ സംഭവം. നമ്മളിത് VGLും VGHും ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോഫിനെ ചെറുതായിട്ട് അതിൻ്റെ ഇനാമൽ മടക്കി വെച്ചിട്ട് ചെറുതായിട്ട് വളരെ ഒരു ഡോട്ട് മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് സോൾഡറിങ് ആണ് ടിപ്പ് അയൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു പോയിന്റിലേക്ക് ഫുള്ള് സോൾഡർ ചെയ്യാൻ പറ്റുന്നു. സോൾഡർ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആ മാസ്ക് ക്ലിയർ ചെയ്തിട്ട് സോൾഡറിങ് പൊസിഷൻ കൊടുക്കാം. എന്നിട്ട് ഈ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. VGL
ആ VGയിലാണ് ട്രാക്ക് നമുക്ക് കട്ടായി കിട്ടിയത്. ആ വോൾട്ടേജ് അവിടെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ അവിടെ ലെഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ VGL പോയിൻറ്റിലേക്ക് നമ്മുടെ പോപ്പ് ഡാറ്റ എടുത്ത് ചെക്ക് ചെയ്തതിൽ VGL പോയിൻറ്റിലേക്ക് 0 വോൾട്ടേജാണ് വരുന്നത്. അവിടെ VGL നമുക്ക് കിട്ടുന്നില്ല. 0.9 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് തീരെ ഇല്ല. എത്ര പറഞ്ഞാൽ പോരാ, നമുക്കവിടെ മൈനസ് VGL നമുക്കവിടെ കിട്ടിയ അതേ വോൾട്ടേജ് ഇവിടെ കിട്ടണം. അപ്പോൾ മൈനസ് വോൾട്ടേജ് ഇവിടെ കിട്ടണം, VGL വോൾട്ടേജ് അതിവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, താഴെ കോഫിൻ്റെ അവിടെ വരുന്നുണ്ട്, മുകളിലേക്ക് വരുന്നില്ല. ഇത് ഗ്ലാസ്സിൽ കൂടെയുള്ള ട്രാക്ക് ഓക്കെയാണ്, പക്ഷേ കോഫിൻ്റെ അവിടെയാണ് കത്തിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജമ്പർ ഇടുക. വളരെ നൈസായിട്ടുള്ള ജമ്പറുകൾ ഉപയോഗിക്കണം. ജമ്പർ വയർ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കടം കുറഞ്ഞ വയറുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള ഇടണം. കാരണം നമ്മൾ ഈ ഗ്ലാസ്സിന്മേൽ കൂടെയാണ് ഇത് ഒട്ടിച്ച് പോകേണ്ടത്. അപ്പോൾ അത് ഫ്രെയിം വരുമ്പോൾ പാനൽ പൊട്ടും ലോഡ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു ജമ്പർ ഇട്ടിട്ട് VGLനെ നമ്മളുടെ സൈഡ് കോഫിലേക്ക് ഹൊറിസോണ്ടൽ സ്കാനിങ്ങിനുള്ള ഗേറ്റ് ഡ്രൈവർ കോഫിലേക്ക് VGLനെ ബൈപ്പാസ് ചെയ്യണം. അതുപോലെ തന്നെ VGHും അതുപോലെ തന്നെ അതിൽ ആ ഡാറ്റയിൽ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഏത് വോൾട്ടേജ് മിസ്സിങ് വന്നാലും ഈ ഗേറ്റ് ഡ്രൈവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ VGH മിസ്സിങ് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് വേറൊരു ടൈപ്പിലാണ് കാണുക. വൈറ്റ് സ്ക്രീൻ, സ്ലോ മോഷനൊക്കെ ആയിട്ടാണ് കാണുക. അപ്പോൾ VGL മിസ്സിങ് വന്ന ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് ഇങ്ങനെ അതിലെന്താണോ പിക്ചർ അത് ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ലൈനായിട്ട് വരാറുണ്ട്. നമുക്ക് VGL ആണെന്ന് ഓൾമോസ്റ്റ് ഊഹിക്കാം. VGHന് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് വൈറ്റ്, അതുപോലെ തന്നെ കോർണറുകൾ ഇതായിട്ട് വരിക. ഇതുപോലെ നന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വോൾട്ടേജ് VGL വോൾട്ടേജ് നമുക്കിവിടെ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ആ കത്തിപ്പോയ പ്രിൻറ്റിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈപ്പാസ് ചെയ്യുമ്പോൾ VGL വോൾട്ടേജ് പ്രസൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പരിപാടി. ഇതിപ്പോൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിലും ഇത് ബാക്ക് ലൈറ്റിൻ്റെ നോക്കണ്ട, അതിൻ്റെ റിഫ്ലക്ടർ അഴിഞ്ഞു പോണതാണ്. ഈ ഒരു LGയുടെ എല്ലാത്തിനും റിഫ്ലക്ടർ പൊഴിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട് പടത്തിന്. അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വോൾട്ടേജ് ചെക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഓൺ ചെയ്തപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വോൾട്ടേജ് കൂടെ ചെക്ക് ചെയ്യാം. -7.8 വോൾട്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. വോൾട്ടേജ് വന്നതോടുകൂടിയിട്ട് ഗേറ്റ് ഡ്രൈവർ 4 ഗേറ്റ് ഡ്രൈവർ വർക്ക് ചെയ്യും. ഈ ഗേറ്റ് ഡ്രൈവർ ഇവിടെ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് ലൂപ്പ് ചെയ്താണ് പോവുക. ഫസ്റ്റിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് ഈ ക്രിസ്റ്റൽ ബോക്സാണ് നമുക്കവിടെ VGL ലൈനായിട്ട് മൂവ് ചെയ്ത് കണ്ടത്. VGL ഇല്ലാത്തത് കൊണ്ട് ലൈനായിട്ട് കണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. അപ്പോൾ ഇത് ഈ VGL വോൾട്ടേജാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് ഫസ്റ്റ് കോഫിൽ വന്നിട്ടാണ് മുകളിലേക്ക് ലൂപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒന്നിൽ ഫസ്റ്റിലത്തേൽ തന്നെ മിസ്സിങ് വന്നാൽ ബാക്കി ഒന്നും വർക്ക് ചെയ്യില്ല. എല്ലാവരും പ്രൈമറിയിൽ ഏറ്റവും അടിയിലത്തേലാണ് കയറുക. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കംപ്ലീറ്റ് ആയിട്ട് സ്കാനിങ് നിന്ന് പോകുന്നത്, നിലച്ചു പോകുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റിനെ ഫിക്സ് ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ ആദ്യം മുതലേ വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുതിയ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പുതിയ വീഡിയോയ്ക്ക് റിക്വസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. വീഡിയോ വിപുലമായ രീതിയിൽ വരും. നമ്മൾ സെറ്റപ്പ് ആക്കി വരുന്നേ ഉള്ളൂ ഷോപ്പ്. ഓക്കെ, ബൈ.